വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി നോക്കുക. 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, റിയൽ ആയിട്ടുള്ള എമൗണ്ടിൽ ട്രേഡ് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് പറയുന്നത്, കറക്റ്റായിട്ട് നോളജ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിൻ്റെ നോളജ് ഉപയോഗിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നിൽക്കുക. അല്ലെങ്കിൽ ഇത് ലോസായി പോകും, മനസ്സിലാക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള വീടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ USD PKR ആണ് എടുത്തത്. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഒരു കുഞ്ഞൻ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ സപ്പോർട്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. നോക്കാം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഒരു ഡൗണിലേക്ക് ഒരു ട്രേഡ് എടുക്കുന്നുണ്ട്. ഡൗണിലേക്ക് ട്രേഡ് എടുത്ത പാടെ തന്നെ അതിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഗ്രീൻ ക്യാൻഡിലൊക്കെയാണ് കാണിക്കുന്നത്. അപ്പിലേക്ക് പോകാനുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഡൗണിലേക്കാണ് ഇപ്പോൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. നോക്കാം. പക്ഷെ നമ്മുടെ വ്യൂ ഡൗണിലേക്കാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് മുമ്പിലെങ്ങാനും ഒരു ടേൺ ആയിക്കഴിഞ്ഞാൽ പ്രശ്നം. ലാസ്റ്റ് മൊമെൻറ്റിൽ നോക്കാം. ഇല്ലെങ്കിൽ MTG നമ്മൾ ഡൗൺ എടുക്കും. വേറെന്താ ചെയ്യുക. ഓക്കെ, അത് വിന്നായിട്ടുണ്ട്. എൻ്റെ എൻട്രി കുറച്ച് മോശമായി പോയതുകൊണ്ടാണ് ലോസ്. രണ്ടെണ്ണം ലോസായി പോയത്. ഒരെണ്ണം വിന്നായി, രണ്ടെണ്ണം ലോസായി. ഇത് വിന്നാണ് സംഗതി. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഹാർട്ട് സിമ്പിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരും വിന്നാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ടില്ല. സ്ക്രീൻഷോട്ട് ഇടണം. നോക്കട്ടെ ഇതെവിടം വരെ പോകുന്നു. മാർക്കറ്റ് അങ്ങനെ ഒരു നല്ല ഗുണമുള്ളതൊന്നുമില്ല. ഓക്കെ, MTG ഓൾസോ വിന്നാണ് ഇതിൽ. ഓക്കെ, MTG ഓൾസോ വിന്നാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തതിൽ കേട്ടോ. നമ്മൾ ഏതാ കൊടുത്തത് നോക്കിക്കോ. USD PKR ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ വിന്നാണ്. പക്ഷേ എൻട്രി അങ്ങോട്ട് മിസ്സായതുകൊണ്ട് നമ്മൾ MTG ഞാൻ എടുത്തു. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്ക് MTG എടുക്കേണ്ട ആവശ്യം വന്നില്ല. അവരെല്ലാവരും വിന്നായിരിക്കും. ഞാൻ MTG ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഈ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണത്. ഓക്കെ, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പക്ഷേ നന്നായിട്ട് ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാനെന്താ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ USD PKR OTC ഇവിടെ ഒരെണ്ണം എടുത്തു. ഒന്നും കൂടെ ട്രേഡ് കൊടുക്കാം. ഡൗണിലേക്ക് ഒരു ട്രേഡ് കൊടുക്കാം കേട്ടോ. USD PKR ഡൗണിലേക്ക് ഒരു അയ്യടാ വിക്ക് വന്നല്ലോ. നോക്കാം, കുഴപ്പമില്ല.
റിസ്ക് കുറച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ നോക്കാം. നമ്മൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം വിന്നാവണമെന്നില്ല അല്ലേ? എല്ലാം വിന്നാവണമെന്നില്ല. എന്നാൽ പിന്നെ അത് മതിയല്ലോ. നമുക്ക് സുഖമായിട്ട് അംബാനിനെക്കാട്ടും വലിയ പൈസക്കാരായിട്ട് നമുക്ക് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ നമുക്ക് ലോസും ഒക്കെ വരും. ആ ലോസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാത്തത് അല്ലേ? ലോസ് വരുന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ മണി മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ലോസ് വരുന്നുള്ള പേടി കൊണ്ടാണ് നമ്മൾ കുറഞ്ഞ എമൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നത്. ലോസ് വരുന്നുള്ള ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ ആരുടെടുത്തും കടം മേടിക്കാതെ അല്ലെങ്കിൽ ലോൺ എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്തുക്കൾ വിറ്റ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാത്തത് അല്ലേ? ലോസ് എന്ന് പറയുന്ന സംഗതി വരുന്നത് കൊണ്ട്, അതറിയാവുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ വരുന്ന ലോസിന് നമ്മൾ എന്ത് ചെയ്യുക? റിക്കവറും കൂടെ ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ പ്രഷർ കുറച്ച് കൂടുതലാണല്ലോ. ബയ്യേഴ്സിൻ്റെ പ്രസരിപ്പ് കുറച്ച് കൂടുതലാണ് ഇവിടെ. നമുക്കൊരു ക്യാൻഡിൽ നോക്കാം. കിട്ടിയ ഊട്ടി, ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ചട്ടി എടുക്കും. ഊട്ടി തന്നെ എടുക്കും. ഓക്കെ, ഈ ക്യാൻഡിൽ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റിൽ നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സെയിം പോലെ. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കട്ടെ. ആകെ 10, 30, 40 പേര് 50, 100 പേരെ കാണുന്നുള്ളൂ. ആ കാണുന്നവരൊക്കെ ഒന്ന് എന്താ പറയുക, ഈ യൂട്യൂബിൻ്റെ സാധനേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേരും. വേണമെങ്കിൽ ലൈക്ക് മേടിച്ചോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ 5, 4, 3, 2, 1, 0 കണ്ട, ഇത്രയേ ഉള്ളൂ. നമ്മൾ അവിടെയും പിന്നെ അപ്പോൾ നമ്മൾ എത്ര സിഗ്നൽ കൊടുത്തു? നമ്മുടെ VIP ഗ്രൂപ്പാണ്. VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ ലിങ്ക് അവിടെ കിട്ടും. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക. അവിടെ ഉണ്ടാവും കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലിങ്ക്. ഓക്കെ, നമ്മൾ എത്ര കൊടുത്തു? നമ്മൾ 11 മണിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ സിഗ്നൽ കൊടുത്തു, പിന്നെ സെക്കൻഡ് സിഗ്നൽ കൊടുത്തു, പിന്നെ ഓക്കെ. അപ്പോൾ നോക്കുക, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വരട്ടെ. റെക്റ്റാങ്കിൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ബിഗിനിങ് ടൈമിൽ നിങ്ങൾ ഈ ഒരു സുനാപ്പി നിങ്ങൾ നോക്കണം. ഓക്കെ, വെറുതെ വരച്ചോ, നമുക്കൊരു ഐഡിയ കിട്ടും. സപ്പോർട്ട് എവിടെയാണെന്നും റെസിസ്റ്റൻസ് എവിടെയാണെന്നും ഒക്കെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ ഡൗണിലേക്ക് എൻട്രി എടുത്തിട്ടേ. ഡൗണിലേക്കാണ് എൻട്രി എടുത്തത്. ആ എടുത്തതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്തിനാണ് ഡൗണിലേക്ക് എടുത്തത്? എന്തിനാണ്? ഒരാളെങ്കിലും പറഞ്ഞേ എന്തിനാണ് എടുത്തത്? ഓക്കെ, ചിലപ്പോൾ ഇവിടെ സപ്പോർട്ട് തട്ടി മേലോട്ട് പോവാം. പക്ഷേ നമ്മുടെ വ്യൂ ഇവിടെ വരച്ചേക്കണേ സപ്പോർട്ടിലെത്തുക, ക്യാൻഡിലെത്തും എന്നുള്ളതിലാണ്. ഇവിടെ വരും, ഇവിടെ എത്തും എന്നുള്ളതിലാണ് ഡൗണിലേക്ക് എടുത്തത്. അപ്പോൾ ഇതാണ് ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നോക്കാം. ലാസ്റ്റത്തെ 10 സെക്കൻഡിൽ മാർക്കറ്റ്
ലാസ്റ്റ് 10 സെക്കൻഡിൽ മാർക്കറ്റ് തിരിഞ്ഞു. ശരിക്കും എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എൻ്റെ വ്യൂ ഇവിടെയാണ്. ഇത് താഴോട്ട് ഇവിടെ വരണം, ഞാൻ വരച്ച സപ്പോർട്ടിൽ വരണം. ഇനി വന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, വന്നില്ല, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ പറയാൻ പറ്റും, മാർക്കറ്റ് ഇന്നില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ ഒരു സംഗതി ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവരും ഇതാക്കുന്ന ഈയടാ ഇവിടെ ഒരു എന്താ പറയുക ഹാമർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ അപ്പിലേക്കുള്ള ടെൻഡൻസിയാണ് പോകുന്നത് എന്നുള്ളത്. ലാസ്റ്റത്തെ സെക്കൻഡ് കിടന്ന് കളിക്കുന്നുണ്ടോ, മാർക്കറ്റ് കുറച്ചൊരു ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഹാമർ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അപ്പിലേക്ക് പോകുന്നതാണ് എന്ന്. പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഇവിടെ നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടെന്നുള്ളത് നിങ്ങൾ അതിനെ മറക്കരുത്. ഓക്കെ, അച്ഛനും അമ്മേനെ മറക്കരുത്. ഓക്കെ, അവരെ മറന്നുകൊണ്ട് നമ്മൾ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, സപ്പോർട്ടും റെസിസ്റ്റൻസിനും അച്ഛനും അമ്മയും പോലെയാണ് ട്രേഡിങ്ങിൽ. ഇതൊക്കെ മക്കളാണ്, മനസ്സിലാകുന്നുണ്ടോ? ഈ ക്യാൻഡിലൊക്കെ മക്കൾ. സപ്പോർട്ടും റെസിസ്റ്റൻസ് പറയുന്നത് അമ്മയും അച്ഛനുമാണ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് അമ്മയാണെങ്കിൽ റെസിസ്റ്റൻസ് അച്ഛനായിരിക്കും. അപ്പോൾ അമ്മേൻ്റെ നടി കൊടുത്തിട്ട് മക്കൾ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും, അച്ഛൻ്റെ നടി കൊണ്ടിട്ട് മക്കൾ നേരെ അമ്മേൻ്റെ അടുത്തേക്ക് വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഇതാണ് എൻ്റെ ഞാനിപ്പോൾ വരച്ചില്ലേ, ഇതാണ് എൻ്റെ സപ്പോർട്ട് ഏരിയ. നിങ്ങൾ എന്ത് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിക്കോട്ടെ, ഇവിടെ എന്താ പറയുക എന്താ പറയുക ഹാമറോ അതോ ഇതോ എന്ത് മണം കെട്ടങ്ങ് ഫോം ആയിക്കോട്ടെ. ഓക്കെ, പ്രൈസ് ആക്ഷൻ പ്രകാരം ഈ ഹാമർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ക്യാൻഡിൽ അപ്പിലേക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്നല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ട്രേഡിങ്ങിൽ സപ്പോർട്ടിനെ ഒന്ന് ഉമ്മ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് അമ്മയാന്ന് വെച്ചിട്ട് അമ്മേനെ ഒന്ന് ഉമ്മ വെച്ചിട്ട് വേണം മക്കൾ മേലോട്ട് പോകാൻ. ഓക്കെ, അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ തല്ലുകൊണ്ടിട്ടെങ്കിലും പോകണം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതുണ്ടോ, റെസിസ്റ്റൻസിൻ്റെ അടുത്തെത്തി, സംഗതി എത്തി പൊങ്ങി. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മറക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എന്താ, നമ്മുടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടി വേണോ പ്രാക്ടീസ് ചെയ്യാൻ? ഇല്ല. കോട്ടക്സ് ഡെമോ അക്കൗണ്ടും കൂടെ തന്നിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാത്രം നിങ്ങൾ കറക്റ്റ് റിയൽ എമൗണ്ട് ഇടൂ, എന്നിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യൂ എന്ന് കോട്ടക്സ് വരെ പറയുന്നുണ്ട്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്താണ് ഈ ഡെമോ അക്കൗണ്ട് തന്നിരിക്കാൻ? അവർക്ക് എന്തായാലും റിയൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അടുത്ത്, സൗകര്യമുള്ള ഒരു ട്രേഡ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചൂടെ അവർക്ക്? അല്ലേ, അങ്ങനെ വിചാരിച്ചൂടെ? അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നില്ല? കാരണം നിങ്ങൾ നന്നായിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്നോ ചെയ്യാതിരിക്കട്ടെ, നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അത്ലറ്റിക് മീറ്റ്സ് ഉണ്ടെന്ന് വെച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് ഉണ്ടെന്ന് വെച്ചോട്ടെ, എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് 100 മീറ്റേഴ്സ് റണ്ണിങ് ആണെന്ന് വെച്ചോട്ടെ. ഞാൻ ആ ഒരു ടൈമിൽ മാത്രം, ഒളിമ്പിക്സ് സ്റ്റാർട്ടാവുന്ന അന്നത്തെ ദിവസം മാത്രം ഞാൻ പോയിട്ട് അങ്ങോട്ട് ഡയറക്റ്റ്ലി ഞാൻ ട്രാക്കിൽ കയറിയിട്ട് ഓടാൻ പറ്റും എനിക്ക്? ഓടിക്കഴിഞ്ഞാൽ എത്ര പോകും? അപ്പോൾ അതിനു മുമ്പ് ഒരുപാട് പ്രാക്ടീസ് വേണം, അല്ലേ? ഒരുപാട് പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിലല്ലേ അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ലാപ്പ് കംപ്ലീറ്റ് ഓടി തീർക്കണമെങ്കിലും ഒരു സ്റ്റാമിന വേണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വേണം? പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മുടെ കോട്ടക്സ് കമ്പനി തന്നെ തന്നിട്ടുണ്ട് ഡെമോ അക്കൗണ്ടുകൾ. അതിലിരുന്ന് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി എന്ത് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ പ്രാക്ടീസ് ചെയ്യണം, അത് നിങ്ങൾക്ക് മായാവി ട്രേഡിങ്ങിൽ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രാറ്റജികൾ. അതിരുന്ന് പ്രാക്ടീസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 11 o'clock ട്രേഡ് ഫിനിഷ്. 3/3 3 അപ്പോൾ നമ്മൾ എവിടെ പോയി? ഫസ്റ്റത്തെ ട്രേഡ് വിന്ന്, സെക്കൻഡ് ട്രേഡ് വിന്ന്, തേർഡ് ട്രേഡ്
വിൻ. 3/3 അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഓക്കെ, താങ്ക് യു, ബൈ.